ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ സാധാരണ പാൽക്കറികൾ ഉണ്ടാക്കാറില്ലേ? വെണ്ടയ്ക്ക പാൽക്കറി, പാവയ്ക്ക പാൽക്കറി, വഴുതനങ്ങ പാൽക്കറി. അപ്പോൾ അതുപോലൊരു ഈസി പാൽക്കറിയുടെ റെസിപ്പിയാണ് നമുക്ക് ഇന്നുള്ളത്. പാൽക്കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നുള്ളത്. അതിൽ ബുദ്ധിമുട്ട് വിചാരിക്കരുത് കേട്ടോ. കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കറി ഉണ്ടാക്കാം. നമ്മുടെ പൊട്ടറ്റോ പാൽക്കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടറ്റോ പാൽക്കറി എന്ന് പറയുമ്പോൾ പൊട്ടറ്റോ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ ഈ പൊട്ടറ്റോ ചേർത്തിട്ട് പാൽക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം, ഇതിൽ പുളി ചേർക്കില്ല കേട്ടോ. പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 തക്കാളി ചേർക്കാം. ഞാൻ ഇതിൽ പുളി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാം. ഇല്ലെങ്കിൽ പുളി ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയോ 2 തക്കാളിയോ ചേർത്തിട്ട് ആ രീതിയിൽ ഈ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ പാൽക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലി മാറ്റിയിട്ട് ഇതുപോലെ വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ ഉടഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരു സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവോള മതി. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം. 1-ാം പാൽ 1/2 കപ്പും 2-ാം പാൽ 2 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് വഴറ്റാനുള്ളതൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു കറിയിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ചേർക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചേർക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് കുക്കറിൽ ചെയ്യരുത് കേട്ടോ. ഈ കറി കുക്കറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചട്ടിയിലോ പാനിലോ ഏതിലെങ്കിലും ചെയ്യുക, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് തുടങ്ങാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ടീസ്പൂൺ ആണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടിയും കൂടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. സവോള കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒരു മധുരവും സവോളയുടെ മധുരവും കൂടി വരുമ്പോൾ ഓവറായിട്ട് മധുരം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു സവോള ചേർത്തത്. കൂടുതൽ സവോള വേണമെന്നുണ്ടെങ്കിൽ 1-2 സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ചീനച്ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ പൊടികൾ മൊരിഞ്ഞ് വരും. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു 2-3 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ 2-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് 2-ാം പാൽ ചേർക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ചേർത്താലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് തിളച്ച് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. നമ്മളിപ്പോൾ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഇപ്പോൾ തന്നെ ചേർക്കില്ല. കുരുമുളക് പൊടി നിർബന്ധമാണ് ഇതിൽ. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മുടെ കറി പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കാം. നമുക്ക് തിളച്ച് കുറുകി
ഉരുളക്കിഴങ്ങൊക്കെ കുക്കായി വരട്ടെ. ഒരു 3/4 ഭാഗം കുക്കാവുമ്പോൾ നമുക്ക് നോക്കാം. അത്രയും സമയം അടച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇത്രയും കുറേ ഗ്രേവി ഉള്ളതെന്ന്. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നമ്മൾ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതൊന്ന് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത്രയും ഗ്രേവി ചേർത്താലാണ് നമുക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടുക. അപ്പോൾ എന്തായാലും ഇനി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് പകുതി കുക്കാവുമ്പോൾ 1-2 തക്കാളി മുറിച്ച് ചേർക്കാം കേട്ടോ. വഴറ്റി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കായോ നോക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കുക്കിംഗ് കറക്റ്റാണ്. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാല പൗഡർ ചേർത്തിട്ടില്ല, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മീറ്റ് മസാല ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കറി കുറുകി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറുക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിക്കായതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം എപ്പോഴും തേങ്ങാപ്പാൽ 1/4 പാൽ ചേർക്കാൻ, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ തേങ്ങയുടെ 1/4 പാൽ ചേർക്കുകയും ഒപ്പം ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ആ പാല് തിളച്ച് വരാതിരിക്കാനാണ് ഒപ്പം ഇളക്കി കൊടുക്കുകയും ചെയ്യാന്ന് പറയുന്നത്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് വീണ്ടും തിളക്കരുത്, അതുകൊണ്ടാണ്. ആ ചൂടുണ്ടല്ലോ ചട്ടിയുടെ, ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യാം. ഞാനിപ്പോഴാണ് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വറവിടണം എന്നുണ്ടെങ്കിൽ വറവിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. 2 ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ വറവിട്ടെടുക്കാൻ പോവുകയാണ്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, അതിന് ശേഷം വറവിട്ടെടുക്കാം. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വറവിടാൻ പോവുകയാണ്. വറവിടുന്നതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും മാത്രം മതി. വറ്റൽമുളക് ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളർ തന്നെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണല്ലോ, അപ്പോൾ പിന്നെ വറ്റൽമുളകിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർക്കാം. 3-4 ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 എടുത്തിട്ടുള്ളൂ. വലിയ ഉള്ളിയാണ്, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4-5 എടുക്കാം. ഈ ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ബ്രൗൺ ആക്കി എടുക്കുക. വളരെ ഈസി അല്ലേ ഈ ഒരു കറി. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറിലാണെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ പുട്ടിൻ്റെ കൂടെയാണോ അപ്പത്തിൻ്റെ കൂടെയാണോ ചോറിൻ്റെ കൂടെയാണോ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ വേഗം മൊരിഞ്ഞ് കിട്ടും. നമ്മുടെ ഉള്ളി ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കറിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വറവിടുന്ന പരിപാടി ആദ്യമേ ചെയ്യാം കേട്ടോ. ആദ്യം വറവ് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ സവോളയൊക്കെ വഴറ്റിയെടുത്തിട്ട് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് വറവിടുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ആദ്യമേ വറവിട്ടിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ആ ഉള്ളിയൊക്കെ മൊരിഞ്ഞ ആ ഒരു ഫ്ലേവറൊക്കെ ലാസ്റ്റ് വറവിടുമ്പോഴാണ് നന്നായിട്ട് കറിയിലേക്ക് പിടിക്കുക. ഇതൊന്ന് ബ്രൗൺ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഈ വറവിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വന്നതിന് ശേഷം ചൂട് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക കേട്ടോ. ചൂടോടെ ഉപയോഗിക്കരുത്. അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കുകയാണ്.
അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.